എല്ലാവരുടെ പുരയിലും കാണും അല്ലേ ആൾട്ടർനേറ്റീവ് ഡേയ്സ് തീരുമാനം പറഞ്ഞ് വരുന്നൊരു ഐറ്റം. ഇവിടെയാണെങ്കിലോ ഈത്തപ്പഴം പൊരിച്ചതാണ്. അതിനൊരു അന്തിമ തീരുമാനമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഈ റെസിപ്പി ഇൻസ്റ്റാഗ്രാമൊക്കെ സ്ക്രോൾ ചെയ്തപ്പോൾ കിട്ടിയതാണ്. ഇത് നമ്മൾ സാധാരണ മൈദയിലിട്ട് മുക്കിയെടുക്കുന്ന ആ പ്രോസസ്സ് അല്ലടോ. ഈത്തപ്പഴത്തിൻ്റെ കുരുവൊന്ന് കളഞ്ഞിട്ട് അതിലേക്ക് ഏതെങ്കിലും ഒരു നട്ട്സ് ചേർത്തെടുക്കും. ഞാനിവിടെ ആൽമണ്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് നട്ട്സാണ് നിങ്ങളെടുത്തുള്ളത് അത് ചേർത്താൽ മതി. ഞാൻ ഒരു 10-15 ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് സ്പ്രിംഗ് റോൾ ഷീറ്റ് അല്ലെങ്കിൽ സമൂസ ഷീറ്റ്. ഫസ്റ്റ് പ്രയോറിറ്റി ഒപ്പം കൊടുക്കേണ്ടത് സമൂസ ഷീറ്റിനാവും. അതാവുമ്പോൾ പെട്ടെന്ന് പണി ചെയ്യും. സമൂസ ഷീറ്റ് ജസ്റ്റ് ഒന്ന് കോണായിട്ട് കട്ട് ചെയ്തിട്ട് അതിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആൽമണ്ട് ഫില്ല് ചെയ്തിട്ടുള്ള ഈത്തപ്പഴം ഒന്ന് വെച്ചിട്ട് റോൾ ചെയ്തെടുത്താൽ മതി. എന്നാലേ സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റ് ആണെങ്കിൽ അത് ജസ്റ്റ് സെൻറ്റർ പോർഷൻ കട്ട് ചെയ്തിട്ട് ലെങ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പശ വെച്ചിട്ട് വേറൊരു പീസും കൂടി ഒട്ടിച്ചു കൊടുക്കുക. ദെൻ അത് കോണായിട്ട് കട്ട് ചെയ്യുക. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഈത്തപ്പഴം റോൾ ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് ടിപ്പിൽ പശ വെച്ചിട്ടും കൂടി ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് നല്ല ചൂടുള്ള എണ്ണയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താലോ. ക്രിസ്പി ആയിട്ടുള്ള ഈത്തപ്പഴം പൊരിച്ച റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.